ഇന്ന് രാവിലെ ദുബായിൽ നിന്നൊരു 11:30 മണിയോടെ മുംബൈയിലേക്ക് പുറപ്പെട്ട ഇൻഡിഗോയുടെ വിമാനം ഏതാണ്ട് 2.5 മണിക്കൂർ അങ്ങോട്ട് പറന്ന് അറബിക്കടൽ കടന്ന് മുംബൈയിലേക്ക് ലാൻഡ് ചെയ്യാനായി മുംബൈ ഭാഗത്തേക്ക് പോകുന്നതിനിടയിൽ പെട്ടെന്ന് വിമാനത്തിൻ്റെ കാർഗോ ഹോൾഡ് ഏരിയയിൽ നിന്ന് ഒരു സ്മോക്ക് പുറത്തു വരുന്നതായിട്ടുള്ള ഒരു സൂചന കിട്ടുകയും അതിൻ്റെ അലാം എടുക്കുകയും ചെയ്തപ്പോൾ അടിയന്തരമായി പിന്നീട് കണ്ട ആദ്യത്തെ എയർപോർട്ട് രാജ്കോട്ട് എയർപോർട്ടാണ് ഗുജറാത്തിലെ. അവിടെ എമർജൻസി ലാൻഡിംഗ് നിർവഹിച്ചു. അത് വിജയകരമായി പൂർത്തിയാക്കി. അങ്ങനെ 194 യാത്രക്കാരും സുരക്ഷിതരായി അവിടെ എമർജൻസി ലാൻഡിങ്ങിന് വിധേയമായി രാജ്കോട്ടിൽ. പിന്നീട് അവരെ മുംബൈ എയർപോർട്ടിൽ എത്തിച്ചു എന്ന റിപ്പോർട്ടാണ് വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് കാർഗോ ഹോൾഡ് ഏരിയയിൽ ഇങ്ങനെ യാത്രക്കാരൊക്കെ ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ അടിയിലായിട്ട് വരുന്ന ആ ഭാഗം, ബെല്ലി ഭാഗത്ത് എങ്ങനെ ഈ സ്മോക്ക് ഉണ്ടായി? സ്മോക്ക് ഉണ്ടായതാണോ, അലാം തെറ്റി വന്നതാണോ? ഇത്തരം കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട വൃത്തങ്ങൾ അന്വേഷിച്ചു വരികയാണ്. എങ്കിലും ഏതാനും മിനിറ്റുകൾ മൊത്തത്തിൽ ഈ വൈമാനിക മേഖലയിൽ, പ്രത്യേകിച്ച് അറബിക്കടലിന് മുകളിലൂടെ പറന്നങ്ങോട്ട് ഇന്ത്യയിലേക്ക് ഇറങ്ങുന്ന നേരത്തുണ്ടായ ഈ ഒരു അനിശ്ചിതാവസ്ഥ എല്ലാവർക്കും ആശങ്കയായി മാറിയിരുന്നു. പിന്നീടത് ആശ്വാസമായി മാറുകയായിരുന്നു. ഇന്ന് UAE-യിൽ ഫുജൈറയുടെയും റാസൽ ഖൈമയുടെയും അതിർത്തി പ്രദേശമായ മസാഫി ഭാഗത്ത് ഈ ചിത്രങ്ങളിൽ കാണുന്നത് പോലെ നല്ല മഴ കിട്ടി. ആലിപ്പഴ വർഷവുമുണ്ടായി. വേനലിലെ ഈ മഴ ആ പ്രദേശത്തുള്ളവർക്ക് ആശ്വാസം പകർന്നു എന്നാണ് റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. നാളെയും ചിലയിടങ്ങളിൽ മഴയുണ്ടാകാം എന്ന സൂചന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ അറിയിപ്പിലുണ്ട്. യുദ്ധത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ അമേരിക്കയും ഇറാനും ഒന്നടങ്ങി ഇപ്പോൾ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇറാഖിൻ്റെ അതിർത്തിക്കുള്ളിൽ നിന്ന് ഡ്രോണുകൾ സൗദി അറേബ്യയിലെ എണ്ണപ്പാടങ്ങളും എണ്ണ കേന്ദ്രങ്ങളും ലക്ഷ്യം വെച്ചുകൊണ്ട് പാഞ്ഞു വരികയും സൗദി അറേബ്യ അതിനെ പ്രതിരോധിക്കുകയും ചെയ്തതായിട്ടുള്ള വാർത്ത വരികയാണ്. ആക്രമണത്തിനായി ഇറാഖിൻ്റെ അതിർത്തി പ്രദേശത്തെ ദുരുപയോഗം ചെയ്യുന്ന ഈ രീതി അനുവർത്തിക്കരുതെന്ന് സൗദി അറേബ്യ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇതൊക്കെ ഉറപ്പുവരുത്താൻ ഇറാഖ് ബാധ്യസ്ഥമാണ് എന്ന കാര്യം സൂചിപ്പിച്ചിട്ടുമുണ്ട്. ഹോർമൂസ് കടലിടുക്കിൻ്റെ ഭാഗത്ത് ഒരു വഴിക്കുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ഇപ്പുറം ഭാഗം ചെങ്കടൽ ഭാഗത്ത് ഹൂത്തികൾ കപ്പലുകൾ തടസ്സപ്പെടുത്തുന്നു എന്ന വാർത്ത കഴിഞ്ഞ ദിവസവും വന്നല്ലോ. ഇന്ന് ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായ പ്രകടനവുമായിട്ട് യമനിലെ ഭരണകൂടം മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇറാൻ്റെ അജണ്ടയുടെ ഭാഗം തന്നെയാണ് ഹൂത്തികളുടെ ഈ ആക്രമണമെന്ന് യമൻ ഭരണകൂടം പറയുകയാണ്. ഹൂത്തികളുടെ കാര്യം പറയുമ്പോൾ ഒരു ഭാഗത്ത് യാംബു മുതൽ സൗദി അറേബ്യയുടെ കിഴക്കൻ പ്രദേശങ്ങൾ വരെ നീണ്ടുകിടക്കുന്ന കുറേ എണ്ണ പൈപ്പുകളും മറ്റുമുണ്ട്. അതൊക്കെ തടസ്സപ്പെടുത്താൻ വേണ്ടിയും ഹൂത്തികൾ പ്രത്യേക ആക്രമണം നടത്തുന്നു. ചെങ്കടലിലെ കപ്പലുകൾക്ക് മാത്രമല്ല എന്ന് ഹൂത്തി വിഭാഗം തന്നെ ഇപ്പോൾ അവകാശവാദമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. പൊതുവേ സമാധാനമാണ് ഹോർമൂസിനെ ചുറ്റിപ്പറ്റി പാലിക്കപ്പെടുന്നതെങ്കിലും അമേരിക്ക ഇറാനുമേൽ ആക്രമണമൊന്നും കഴിഞ്ഞ രാത്രിയും നടത്തിയിട്ടില്ല എങ്കിലും, ഇറാൻ ഗൾഫ് രാജ്യങ്ങൾക്ക് മേൽ ആക്രമണം നടത്തിയിട്ടില്ല എങ്കിലും ഹോർമൂസിൽ കടന്നുപോയ 6 കപ്പലുകളെ പാത ലംഘിച്ചാണ് പോണത് എന്ന് പറഞ്ഞുകൊണ്ട് ഇറാൻ്റെ ഗാർഡുകൾ വഴിതിരിച്ചു വിട്ടതായി ഇന്ന് വൈകുന്നേരം റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. അതിനെ ചുറ്റിപ്പറ്റി എന്തെങ്കിലും കോലാഹലങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ ഉണ്ടാകുമോ എന്ന സംശയം ആളുകൾക്കുണ്ട്. Night updates supported by ELL Properties, Explore Education, Impulse Warehouse, Kalyan Jewelers, Lulu Supermarket, Hypermarket and Department Store, Fira Foods, Al Nasood Cargo, Gold Star Rent-A-Car, Dr. Rasina's Ayurvedic Clinic, Ain Gold and Diamonds, Choco World, Partha Signature Abu Shagara Sharjah, ABC Cargo and Courier, Hashim Hypermarket.